എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ കണ്ട ഒരു കോമൺ സിനാരിയോ എന്താണെന്നറിയോ? ഓവർ ബൂസ്റ്റിംഗ് ട്ടോ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പുകഴ്ത്തുക. അതായത് ഒരു കുഞ്ഞിനെ അത് വളരുന്ന പ്രായം തൊട്ട് തന്നെ അതിൻ്റെ പാരൻസ് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ കുട്ടിക്ക് ആ കഴിവുണ്ട്, എൻ്റെ കുട്ടിക്ക് ഈ കഴിവുണ്ട്, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അവൻ ഈ പ്രായത്തിൽ ഇത് ചെയ്യാൻ തുടങ്ങി, അവൻ ആ പ്രായത്തിലേ നടക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള പുകഴ്ത്തലുകൾ ആ കുട്ടിയെ എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പുകഴ്ത്തൽ കേട്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫീലിങ്സ് ഉണ്ടാവുകയാണ്. അവർ ചെയ്യുന്നത് 100% ആണ്. അതായത് അവർ ഇപ്പോൾ അക്കാഡമിക്സ് ആണെങ്കിൽ ആ കുട്ടി കൊടുക്കുന്നത് 100% ആണ് എന്നുള്ളൊരു ഫീലിംഗ് അവരുടെ മനസ്സിൽ വരികയാണ്. മാത്രമല്ല തുടർന്ന് ആ ഒരു അക്കാഡമിക്സിനെ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ടും ഈ കുട്ടി നൽകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുകഴ്ത്തലുകൾ കിട്ടാൻ വേണ്ടി കുട്ടികൾ അൺഫെയർ മീൻസിലൂടെ അല്ലെങ്കിൽ അൺജസ്റ്റിസ് ആയ രീതിയിലൂടെ സക്സസിനെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. മാത്രമല്ല ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ പുകഴ്ത്തലുകൾ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫീലിങ്സ് വരും, താൻ എന്തോ തകർന്നു പോയി എന്നുള്ളൊരു രീതിയിൽ. സോ അതുകൊണ്ടാണ് എനിക്ക് ഇന്നത്തെ പാരൻസിനോട് പറയാനുള്ളത്, ആസ് എ പാരൻറ്റ് എന്ന രീതിയിലാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ രീതിയിൽ കുറച്ച് ക്രിറ്റിസിസംസ് ഒക്കെ കൊടുത്ത് അവരെ വളർത്തേണ്ടി വരണം കേട്ടോ. കാരണം വളരെ നല്ലതാണ് അവരുടെ കാര്യങ്ങളിലൊക്കെ, അതായത് അവരുടെ മൈൽ സ്റ്റോൺസിലൊക്കെ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളത് നല്ലതാണ്. പക്ഷെ ഒരിക്കലും ഒരു അപ്രിസിയേഷനും ഒരു മോട്ടിവേഷനും അവർക്ക് വിപരീത ഫലം നൽകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഇത്രയാണ് എനിക്ക് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ്. സോ താങ്ക് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.